അസ്സലാമു അലൈക്കും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബദർ ശുഹദാക്കളെ മറവു ചെയ്ത സ്ഥലമാണ്. ഷഹീദായ ബദർ ശുഹദാക്കൾ. നമ്മൾ ചരിത്രങ്ങളിൽ മാത്രം കേട്ടു പരിചയിച്ച കഥകളെല്ലാം നേരിട്ട് കാണുമ്പോൾ മാഷാ അല്ലാഹ് അതിൽ പര സന്തോഷം വേറെ ഒന്നും തന്നെയില്ല. ഇവിടെയാണ് ബദർ ശുഹദാക്കളുടെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം ഇവിടുത്തെ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ പടച്ച റബ്ബ് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇതിനോടടുത്ത് തന്നെയാണ് ബദർ കളം, അതായത് യുദ്ധക്കളവും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഷെഡ് കെട്ടിയിരുന്നു വിശ്രമിക്കാനെല്ലാം സ്വഹാബകൾക്കും. അതിൻ്റെ സ്ഥാനത്ത് ഇന്നൊരു മസ്ജിദാണ്, മസ്ജിദുൽ ഹരീഷ്. അന്നത്തെ ഷെഡിൻ്റെ പേര് മസ്ജിദുൽ ഹരീഷ് എന്ന് തന്നെയായിരുന്നു. ഇതിനോട് ചേർന്നാണ് യുദ്ധക്കളവും എല്ലാം. പടച്ച റബ്ബ് ഇത് എല്ലാവർക്കും സിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ഈ യുദ്ധക്കളത്തിനുള്ളിലോട്ടായി ഒരു കിണറുണ്ട്. അവിടെയാണ് ശത്രുക്കളെ വധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും കൊണ്ടുപോയി ഒരു കിണറിൽ തള്ളി. മാഷാ അല്ലാഹ് ഒരു യുദ്ധം ചെയ്ത യുദ്ധക്കളവും ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കാരണം നമ്മുടെ മതത്തിന് വേണ്ടി ഇത്രയേറെ സഹിച്ച മറ്റൊരു പ്രവാചകനോ മറ്റൊരു സഹാബിയോ സഹാബത്തുകളോ ഉണ്ടാവില്ല. മാഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാനും ഇത് കാണാനും മാഷാ അല്ലാഹ് പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. ചരിത്രങ്ങളെല്ലാം സത്യമാണ്. നേരിൽ കാണുമ്പോഴുള്ള സന്തോഷം ഏവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഇവിടെ വരാൻ പടച്ചോൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാവരും ചരിത്രങ്ങൾ പറഞ്ഞു തരികയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്. മാഷാ അല്ലാഹ് ഉസ്താദ് ഈ യുദ്ധക്കളം കാണാൻ പടച്ച റബ്ബ് എല്ലാവർക്കും വിധിയാക്കട്ടെ. അസ്സലാമു അലൈക്കും.